Good morning and welcome to വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. മെനിഞ്ഞാന്ന് രാത്രിയാണ് തീവ്രവാദ ക്യാമ്പുകൾ തകർക്കാൻ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി ഭേദിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ആഴങ്ങളിലേക്ക് 70 കിലോമീറ്റർ സഞ്ചരിച്ച് തീവ്രവാദ ക്യാമ്പുകൾ തകർത്തത്. ഇന്നലെ പാകിസ്ഥാൻ അതിന് മറുപടി എന്നോണം തിരിച്ചടിച്ചു. വിമാനങ്ങളിലൂടെ ഇന്ത്യൻ അതിർത്തി ഭേദിച്ച് 3 F-16 വിമാനങ്ങളിലൂടെ ലൈൻ ഓഫ് കൺട്രോൾ ഭേദിച്ച് ഇന്ത്യയിലും അവർ ബോംബിംഗ് നടത്തി. അങ്ങനെ നടത്തിയപ്പോൾ അത് പകൽ വെളിച്ചത്തായിരുന്നു നടത്തിയത്. സിവിലിയൻ കേന്ദ്രങ്ങളിൽ ബോംബിടാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ വളരെ പെട്ടെന്ന് ഇന്ത്യൻ വിമാനങ്ങൾ അതിനെ തിരിച്ചോടിക്കുകയും അങ്ങനെ വലിയ ആക്രമണങ്ങൾ ഒഴിവാക്കപ്പെടുകയും ചെയ്തു. ഇന്ത്യയിൽ സ്ഥിതി ചെയ്തിരുന്ന ഒരു സൈനിക ക്യാമ്പും ആക്രമിക്കാൻ പാകിസ്ഥാന് ഇത്തവണ കഴിഞ്ഞില്ല. നല്ല കാര്യം. അതുകൊണ്ട് വൻതോതിലുള്ള ആക്രമണം ഈ നാട്ടിൽ ഉണ്ടായില്ല, ഇപ്പുറത്തുണ്ടായില്ല. ഏതായാലും ഇന്നലെ പകൽ വെളിച്ചത്തിൽ പാകിസ്ഥാൻ നടത്തിയ ആ ആക്രമണ പ്രവർത്തനം, അതിൻ്റെ ശ്രമം, അത് വലിയ തോതിലുള്ള ആശങ്കയാണ് ഇന്ത്യയിലും പാകിസ്ഥാനിലും ലോകത്തും ഉളവാക്കിയത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അതിർത്തികളിലെ വിമാനത്താവളങ്ങൾ അടച്ചു പൂട്ടി, അതിർത്തി ഗ്രാമങ്ങളിലെ ആളുകളെ ഒഴിപ്പിച്ചു, സ്കൂളുകളെല്ലാം അടച്ചിടാൻ ഉത്തരവ് കൊടുത്തു. ആ നിലയ്ക്ക് ഒരു പരിപൂർണ സ്വഭാവത്തോടു കൂടിയ യുദ്ധത്തിലേക്ക് നീങ്ങുകയായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും എന്ന ഒരു അന്തരീക്ഷം രൂപം കൊണ്ടു. ഒരു പൂർണ്ണ യുദ്ധത്തിലേക്കാണോ ഇരു രാജ്യങ്ങളും നീങ്ങുന്നത്? പഴയ അനുഭവങ്ങളുടെ നീറുന്ന ഓർമ്മകൾ ഇരു രാജ്യങ്ങൾക്കുമുണ്ട്, ലോകത്തിനുമുണ്ട്. അത്തരം ആശങ്ക പടർത്തിയാണ് ഇന്നലെ പ്രഭാതം വിരിഞ്ഞത് എങ്കിൽ എരിഞ്ഞടങ്ങുന്നതിന് മുമ്പ്, ഇന്നലെ എന്ന ദിവസം എരിഞ്ഞടങ്ങുന്നതിന് മുമ്പ് പ്രശ്നങ്ങൾക്ക് ശാന്തത കൈവരികയാണ് ഉണ്ടായത്. രാവിലെ അടച്ച വിമാനത്താവളങ്ങൾ വൈകുന്നേരമായപ്പോൾ തുറന്നു. യുദ്ധ സാഹചര്യം അകന്നകന്നു പോയി. അതിൻ്റെ ആശ്വാസ നിശ്വാസങ്ങളാണ് വൈകുന്നേരമാകുമ്പോഴേക്കും ഉയർന്നു കേട്ടത്. ആ നിലയ്ക്കുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെട്ട ഇന്നലെയുടെ വാർത്ത ഇന്ന് പത്രങ്ങൾ നമുക്ക് തരുന്നു. യുദ്ധഭീഷണി ഒഴിഞ്ഞു പോകുന്ന പൊതു സാഹചര്യം ഇതിനെയൊക്കെ മുൻനിർത്തി ആ വാർത്ത വ്യത്യസ്ത പത്രങ്ങൾ തരുമ്പോൾ മാതൃഭൂമി എന്ന പത്രം ആ വാർത്ത ലീഡ് വാർത്തയാക്കുന്നു. കാണുക, മുൾമുനയിൽ, രാജ്യം മുൾമുനയിൽ എന്നാണ് അർത്ഥം. എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ കഴിയാത്ത, തിരിച്ചറിയാനാകാത്ത ഒരു കെയോട്ടിക്, അലങ്കോലപ്പെട്ട അന്തരീക്ഷം. അതുകൊണ്ടാണ് മുൾമുനയിൽ എന്ന് പറഞ്ഞത്. പാക് പോർ വിമാനം ഇന്ത്യ വെടിവെച്ചിട്ടു. ഇന്ത്യൻ വൈമാനികൻ പാകിസ്ഥാന്റെ പിടിയിൽ. മുൾമുനയിൽ പാക് വിമാനങ്ങളെ തുരത്തുന്നതിനിടയിൽ ഇന്ത്യക്ക് MiG-21 വിമാനം നഷ്ടമായി. അതുമാത്രമല്ല, ഒരു വലിയ സ്കൂളിൻ്റെ മുകൾ ഭാഗത്ത് റെഡ് ക്രോസിൻ്റെ ചിഹ്നം വരച്ച് ആകാശത്ത് കൂടി പോകുന്ന വിമാനങ്ങൾ ബോംബിടരുതേ എന്ന പ്രാർത്ഥനാ നിരതമായ ഒരു സാഹചര്യം, അത് വരയ്ക്കുന്ന റെഡ് ക്രോസിൻ്റെ ചിത്രം വരയ്ക്കുന്ന, സമാധാനത്തിൻ്റെ, ശാന്തിയുടെയൊക്കെ ആഹ്വാനം മുഴക്കുന്ന ആ ചിത്രം വരയ്ക്കുന്ന പെയിന്ററെ കൂടി കാണിച്ചുകൊണ്ട് ഒന്നാം പേജിൽ തന്നെ അത്തരത്തിലൊരു വാർത്ത തരുമ്പോൾ ആ നിൽക്കുന്ന മനുഷ്യൻ്റെ തലയ്ക്ക് മുകളിൽ യുദ്ധഭീഷണി ഇരമ്പുന്നുണ്ട് എന്ന് നമുക്ക് ആലോചിക്കാൻ കഴിയും. പാക് ആക്ടിംഗ് ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി ഇന്ത്യ. ബുധനാഴ്ച രാവിലെയാണ് പാക് യുദ്ധവിമാനങ്ങൾ നിയന്ത്രണ രേഖ കടന്ന് ജമ്മു കാശ്മീരിലെത്തിയത്. ഇതിൽ F-16 വിമാനം ഇന്ത്യ വെടിവെച്ചിട്ടു. രജൌരി ജില്ലയിലെ നൌഷേരയിലും പൂഞ്ച് ജില്ലയിലും അതിർത്തി ലംഘിച്ചെത്തിയ വിമാനങ്ങളെ തുരത്തുന്നതിനിടെ MiG-21 വിമാനം തകർന്ന് പൈലറ്റിനെ കാണാതായി. വിമാനം വെടിവെച്ചിട്ടതാണെന്നും പൈലറ്റിനെ കസ്റ്റഡിയിൽ എടുത്തതാണെന്നും പാകിസ്ഥാൻ അവകാശപ്പെട്ടു. ചോരയൊഴുകുന്ന മുഖത്തോടെ സംസാരിക്കുന്ന പൈലറ്റിന്റെ വീഡിയോ ദൃശ്യം വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാനത്തിൻ്റെതാണ് എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ പുറത്തുവിട്ടു. കൈകാലുകൾ ചെങ്ങലക്കിട്ട് കണ്ണുകെട്ടിയ അഭിനന്ദൻ സംസാരിക്കുന്ന 46 സെക്കൻഡുള്ള ദൃശ്യമാണ് പുറത്തുവിട്ടത്. പാകിസ്ഥാന്റെ ഈ പ്രവൃത്തി യുദ്ധ തടവുകാരെ കൈമാറ്റം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് വ്യക്തമാക്കുന്ന ജനീവ കരാറിന്റെ ലംഘനമാണെന്ന് ഇന്ത്യ ആരോപിച്ചു. പൈലറ്റിനെ ഉടൻ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ത്യ നയതന്ത്ര തലത്തിൽ
സമ്മർദ്ദം ശക്തമാക്കി. ഇന്നലത്തെ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ വിമാനങ്ങൾ F-16 വിമാനമരണം വെടിവെച്ചിട്ടു എന്ന് ഇന്ത്യ പറയുന്നുണ്ടെങ്കിലും F-16 എന്ന വിമാനമേ അക്കാര്യത്തിൽ ഉപയോഗിച്ചിട്ടില്ല. 3 വിമാനങ്ങളും സുരക്ഷിതമായി തിരിച്ചെത്തിയെന്ന് പാകിസ്ഥാൻ പറയുന്നു. പക്ഷേ പാകിസ്ഥാന്റെ കൈവശം ഒരു ഇന്ത്യൻ വൈമാനികൻ ഇപ്പോഴും ഉണ്ട് എന്ന യാഥാർത്ഥ്യം, MiG-1 എന്നൊരു വിമാനം തകർന്നുപോയ യാഥാർത്ഥ്യം, അതുപോലെ തന്നെ സൈനികരെ വഹിച്ചുകൊണ്ടുപോയ 6 സൈനികരടങ്ങുന്ന ഒരു ഹെലികോപ്റ്റർ തകർന്ന് 7 പേർ മരിച്ചു എന്ന യാഥാർത്ഥ്യം, ഇതൊക്കെ ഇന്ത്യൻ സൈഡിനുണ്ട് എന്നും നാം കാണണം. പാക് പിടിയിലായ പൈലറ്റ് അഭിനന്ദൻ തമിഴ്നാട് സ്വദേശിയാണ്. ആ വാർത്തയും മാതൃഭൂമി തരുന്നു. കാണുക. പാകിസ്ഥാൻ സൈന്യം പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങളിൽ കാണുന്ന ഇന്ത്യൻ വ്യോമസേനയുടെ പൈലറ്റ് അഭിനന്ദൻ വർത്തമൻ തമിഴ്നാട് സ്വദേശി. ചെന്നൈക്കടുത്ത് സേലയൂരിൽ ഡിഫൻസ് കോളനിയിൽ താമസിക്കുന്ന റിട്ടയേർഡ് എയർ മാർഷൽ സിംഗക്കുട്ടി വർത്തമന്റെ മകനാണ് വിംഗ് കമാൻഡർ അഭിനന്ദൻ. അദ്ദേഹത്തിൻ്റെ അച്ഛനും വൈമാനികനായിരുന്നു എന്ന് നമുക്ക് ഈ വാർത്തയിൽ നിന്ന് മനസ്സിലാക്കാം. അദ്ദേഹത്തിൻ്റെ ചിത്രവും നൽകിയിരിക്കുന്നു മാതൃഭൂമി ഈ വാർത്തയിൽ. ഇന്നലെ വൈകുന്നേരം തന്നെ വിമാനത്താവളങ്ങൾ തുറന്നതോടെ ആശ്വാസനിശ്വാസമാണ് ഇന്ത്യക്കും പാകിസ്ഥാനും ഉണ്ടായത്. സിറാജ് എന്ന പത്രം 1-ാം പേജിൽ ആ വാർത്ത തരുന്നത് കാണുക. യുദ്ധസമാനം എന്ന ശീർഷകത്തിലാണ് ആ വാർത്ത സിറാജ് എത്തിക്കുന്നത്. യുദ്ധമുണ്ടായില്ല, നല്ലത്. പാക് ആക്രമണത്തിന് തയ്യാറെടുത്തതിന് പിന്നാലെ രാവിലെ ഇന്ത്യ അതിർത്തിയിലെ വിമാനത്താവളങ്ങൾ അടച്ചിട്ടിരുന്നു. ജമ്മു, ശ്രീനഗർ, പത്താൻകോട്ട് എന്നിവിടങ്ങളിലെ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനമാണ് നിർത്തിവെച്ചിരുന്നത്. പിന്നീട് വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം പുനരാരംഭിച്ചു. കേന്ദ്ര പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ 3 സേനാ മേധാവികളുമായി ചർച്ച നടത്തി. ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് വിളിച്ചു ചേർത്ത മറ്റൊരു യോഗത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, IB റോ തലവന്മാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. 3 സേനാ മേധാവികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക കല്യാൺ മാർഗിലെ വസതിയിൽ കൂടിക്കാഴ്ച നടത്തി. അതൊക്കെയാണ് ഇന്നലെ നടന്ന സംഭവ ബഹുലതകൾ എന്നൊക്കെയാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഇന്നലെ ദില്ലിയിൽ പ്രതിഷേധ യോഗമുണ്ടായിരുന്നു. പ്രതിപക്ഷ പാർട്ടികളുടെ 21 പ്രതിപക്ഷ പാർട്ടികൾ ഈ യുദ്ധാനന്തര സാഹചര്യത്തിലും സുസംഘടിതമായി തന്നെ ഒരു രാഷ്ട്രീയ ബ്ലോക്കായി തന്നെ ഇപ്പോഴും തുടരുന്നു എന്നത് അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ യുദ്ധം സമാനമായ അന്തരീക്ഷം, അതുപോലെ തന്നെയുള്ള സാഹചര്യങ്ങളൊന്നും ആ ഐക്യത്തിൽ വിള്ളലുണ്ടാക്കാൻ ഇത് ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇന്ന് വീക്ഷണം എന്ന പത്രത്തിന്റെ 1-ാം പുറം തരുന്ന വാർത്ത കാണുക. ഇടുങ്ങിയ രാഷ്ട്രീയ പരിഗണന വെച്ച് രാജ്യ സുരക്ഷയെ കാണരുത്. രാജ്യസുരക്ഷ എല്ലാത്തിനും അതീതമാണ്. നമ്മുടെ രാജ്യം പോലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അതീതമാണ് രാജ്യമെന്ന വികാരം, രാഷ്ട്ര സുരക്ഷ എന്ന വികാരം. അതുകൊണ്ട് രാഷ്ട്രീയം പരിഗണിച്ച് അതിന്മേൽ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ആരും കളിക്കരുത് എന്നാണ് ആ 21 അംഗ പ്രതിപക്ഷ കക്ഷികളുടെ ഐക്യം പറയുന്നത്. പുൽവാമ ഭീകരാക്രമണത്തെ അപലപിച്ചും വിഷയം BJP രാഷ്ട്രീയവൽക്കരിക്കുന്നതിനെ കുറ്റപ്പെടുത്തിയും കോൺഗ്രസ് അടക്കമുള്ള 21 പ്രതിപക്ഷ പാർട്ടികൾ രാഹുൽ ഗാന്ധിയുടെ അധ്യക്ഷതയിൽ ദില്ലിയിൽ യോഗം ചേർന്നു. ശത്രുരാജ്യത്തിന്റെ നീചമായ ആക്രമണത്തെ ഒറ്റക്കെട്ടായി നേരിടുമെന്ന് പ്രതിപക്ഷം ഒന്നടങ്കം അറിയിച്ചു. സംഭവത്തെ രാഷ്ട്രീയമായി മുതലെടുക്കാനുള്ള BJP നീക്കത്തെ എതിർക്കുമെന്നും പ്രതിപക്ഷം അറിയിച്ചു. ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്ന പ്രമേയം യോഗത്തിൽ പാസാക്കി. പുൽവാമ ഭീകരാക്രമണത്തിലും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളിലും യോഗം ആശങ്ക രേഖപ്പെടുത്തി എന്ന് പറയുമ്പോൾ അനധികൃതമായി, അനഭിലഷണീയമായി രാഷ്ട്രീയ കാര്യങ്ങൾക്ക് ഇതുപയോഗിക്കുന്നു BJP എന്ന് തന്നെയാണ് ഈ പ്രതിപക്ഷ കക്ഷികൾ പറഞ്ഞിരിക്കുന്നത്. മോദിയുടെ 5 വർഷം, കൊട്ടിഘോഷിക്കപ്പെട്ട 5 വർഷം, സമാപനത്തിലേക്ക് നീങ്ങുന്ന 5 വർഷ ഭരണം കാശ്മീരിന് നൽകിയത് എന്തൊക്കെയാണ്? അക്കാര്യത്തിൽ ഒരു പുനർവായന ആവശ്യമാണ്. ദേശാഭിമാനി തരുന്നത് കാണുക. 5 വർഷത്തിനിടെ മരിച്ചത് 1214 പൗരന്മാരും 893 സൈനികരും. വളരെ വിരളം തീവ്രവാദികളെ മരിച്ചിട്ടുള്ളൂ. തീവ്രവാദികൾ പരമാവധി 300 എന്ന് കണക്കാക്കാമെന്നാണ് മറ്റൊരു കണക്ക് പറഞ്ഞത്. ഏതായാലും 893
സൈനികരുടെ ജീവനാണ് ഈ കഴിഞ്ഞ 5 വർഷം അവിടെ കാശ്മീരിൽ പൊളിഞ്ഞു വീണത്. PR ചന്തുകിരൺ ദില്ലിയിൽ നിന്ന് വാർത്ത തരുന്നത് കാണുക. 5 വർഷത്തിനിടെ രാജ്യത്തിനകത്ത് ജനങ്ങളുടെയും സൈനികരുടെയും ജീവനെടുത്ത 2399 ഭീകര ആക്രമണങ്ങൾ ഉണ്ടായി. 2014 2019 ഫെബ്രുവരി 15 ഇടയിൽ ഭീകരിൽ ഉൾപ്പെടെ 4493 പേർ കൊല്ലപ്പെട്ടു. 1214 ജനങ്ങൾ 893 സൈനികരും കൊല്ലപ്പെട്ടു എന്ന് സൗത്ത് ഏഷ്യ ടെററിസം പോർട്ടലിന്റെ കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ആദ്യ ദിവസം വാചാലനായ നരേന്ദ്രമോദി നോക്കൂ, രാജ്യം കൈകളിൽ സുരക്ഷിതമാണ്, ഞാൻ 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 എന്ന് ആവർത്തിച്ച് പറഞ്ഞ്, ഞാനാണെല്ലാം എന്ന് ആവർത്തിച്ച് പറഞ്ഞ് പ്രസംഗിച്ച നരേന്ദ്രമോദി ഇന്നലെ മൗനമാണ് പാലിച്ചത്. കാരണം നമ്മുടെ ഒരു വ്യോമ സൈനികൻ പാകിസ്ഥാന്റെ കസ്റ്റഡിയിലാണ്. പാകിസ്ഥാനിലെ വ്യോമാക്രമണത്തിന് ശേഷം പൊതുപരിപാടികളിൽ സജീവമായി പങ്കെടുത്തിരുന്ന മോദി ഇന്ത്യൻ പൈലറ്റ് അഭിനന്ദിനെ കാണാനില്ലെന്ന വാർത്ത സ്ഥിരീകരിച്ചതോടെ പരസ്യ പ്രതികരണത്തിന് തയ്യാറായില്ല. ദില്ലിയിൽ നടന്ന ദേശീയ യൂത്ത് പാർലമെന്റിലാണ് മോദി ബുധനാഴ്ച പങ്കെടുത്തത്. എന്നാൽ 45 മിനിറ്റ് പ്രസംഗത്തിൽ മൻ കി ബാത്തിൽ സംസാരിക്കുന്ന വിഷയങ്ങൾ മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലാതെ രക്ഷിക്കാം ഈ കൈകളിലൂടെ എന്നൊന്നും ഇന്നലെ അദ്ദേഹം സംസാരിച്ച് കണ്ടില്ല. സ്വയം പ്രതിരോധത്തിനാണ് പാകിസ്ഥാൻ ഇന്നലെ തിരിച്ചടിച്ചത്, അല്ലാതെ അതൊരു ആക്രമണമല്ല എന്ന് പാകിസ്ഥാന്റെ വിദേശ മന്ത്രാലയം അറിയിച്ച കാര്യവും ഇന്ന് ദേശാഭിമാനി തരുന്നു. നിയന്ത്രണ രേഖ ഭേദിച്ച് ഇന്ത്യയിലെത്തിയത് സ്വയം പ്രതിരോധത്തിനാണ് എന്ന് പാകിസ്ഥാൻ. സൈനികമായ ഒരു നീക്കത്തിനും ഉദ്ദേശിക്കുന്നില്ലെന്നും ആൾനാശവും നാശനഷ്ടങ്ങളും ഉണ്ടാകാൻ താല്പര്യമില്ലെന്നും പാകിസ്ഥാൻ വിദേശ മന്ത്രാലയം അറിയിച്ചു. അതിനാലാണ് പകൽ വെളിച്ചത്തിൽ തന്നെ മറുപടി കൊടുത്തത് എന്ന് പാകിസ്ഥാൻ പറഞ്ഞു. ഇന്ത്യ തീവ്രവാദ കേന്ദ്രങ്ങൾ ആൾനാശമില്ലാതെ ആക്രമിക്കുകയാണെങ്കിൽ തങ്ങൾക്കും അതിന് അധികാരമുണ്ട് എന്നും പാകിസ്ഥാൻ പറയുന്നു. പകൽ വെളിച്ചത്തിൽ തന്നെ ആക്രമിച്ചതിന് കാരണം ഞങ്ങളും ഇവിടെയുണ്ട്, ഞങ്ങൾക്കും ആക്രമിക്കാൻ അറിയാം എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം ആണ് എന്നും വാർത്ത നമ്മോട് പറയും. പാകിസ്ഥാനെ കുറിച്ച് പരാമർശിക്കാതെ ഇന്ത്യൻ നിലപാടിനെ പിന്തുണച്ച് ചൈന. ഇപ്പോൾ നടക്കുന്നത് ഭീകരവാദത്തെ എതിർക്കണം, അതാണ് ചൈനയുടെ നിലപാട്. ഭീകരവാദത്തിൽ ഇന്ത്യയുടെ നിലപാടിനെ അംഗീകരിച്ചു. പാകിസ്ഥാനെ തള്ളിപ്പറയാതെ 16ാമത് റഷ്യ ചൈന ഇന്ത്യ ത്രിരാഷ്ട്ര ഉച്ചകോടിയിൽ ചൈനയുടെ പ്രസ്താവന ഭീകര സംഘടനകളെ ഒരു തരത്തിലും പിന്തുണയ്ക്കുകയോ രാഷ്ട്രതന്ത്രങ്ങളിൽ ഉപയോഗിക്കുകയോ ചെയ്യരുതെന്നും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി പറഞ്ഞു. ഭീകരർക്കെതിരെ ഇന്ത്യയുടെ പോരാട്ടത്തെ അദ്ദേഹം പ്രശംസിച്ചെങ്കിലും പാകിസ്ഥാനെതിരെ അതേ സംബന്ധിച്ച് ഒരക്ഷരവും അദ്ദേഹം പറയുകയും ചെയ്തില്ല. കാശ്മീരി വിദ്യാർത്ഥികൾക്ക് നേരെ കഴിഞ്ഞ 14 ശേഷം നടക്കുന്ന ആക്രമണങ്ങൾ സുപ്രീം കോടതിയിൽ ഒരു പ്രശ്നമായി എത്തി. സുപ്രീം കോടതി അത് പരിഗണിച്ചു. എന്താണ് സുപ്രീം കോടതി കാശ്മീർ വിദ്യാർത്ഥികളുടെ നേരെ നടന്ന ആക്രമണത്തെക്കുറിച്ച് പറഞ്ഞത്? നമുക്കതേ സംബന്ധിച്ച വാർത്ത ഇന്ന് ലഭിക്കുന്നുണ്ട്. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. 14-ാം തീയതി നടന്ന ആക്രമണത്തിന് ശേഷം ഇന്ത്യയിലുടനീളം കാശ്മീരി വിദ്യാർത്ഥികൾക്കെതിരെ ABVP BJPയുടെ വിദ്യാർത്ഥി സംഘടന ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. അത് സുപ്രീം കോടതിയിലെത്തിയിരുന്നു. 22-ന് ശേഷം കാശ്മീരികൾക്ക് നേരെ ആക്രമണം നടന്നിട്ടില്ല എന്ന് കേന്ദ്രം. അതായത് 14-ാം തീയതി മുതൽ 22-ാം തീയതി വരെ യഥേഷ്ടം ആക്രമണം നടന്നു എന്ന് തന്നെയാണ് കേന്ദ്രവും സമ്മതിക്കുന്നത്. കാശ്മീരികൾക്ക് നേരെ ഈ മാസം 22-ലെ ഉത്തരവിന് ശേഷം ഇന്ത്യയിൽ ഒരിടത്തും ആക്രമണം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. കാശ്മീരികൾക്ക് നേരെ ഈ മാസം 22-ന് ശേഷം ഒരു തരത്തിലുള്ള ആക്രമണം നടന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ സുപ്രീം കോടതിയെ അറിയിക്കുകയായിരുന്നു. അതുവരെ ആക്രമണങ്ങൾ നടന്നിരുന്നു, കോടതിയിൽ എത്തും എന്നൊരു സാഹചര്യം വന്നപ്പോൾ അത് നിലയ്ക്കുകയും ചെയ്തു എന്ന് വേണം ഈ വാർത്തയിൽ നിന്ന് നമുക്ക് അനുമാനിക്കാൻ. ഇന്ന് ഹിന്ദു എന്ന പത്രത്തിൻ്റെ 1-ാം പുറം മറ്റു പത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇമ്രാൻഖാൻ ഇന്നലെ എന്താണ് പറഞ്ഞത്? അതേ സംബന്ധിച്ച് 1-ാം പുറത്ത് ഇമ്രാൻഖാന്റെ ചിത്രമടക്കം ഒരു വാർത്ത നമുക്ക് തരുന്നു. ഇമ്രാൻഖാൻ പറയുന്നത് ചർച്ചയാണ് ഈ സമയത്ത് വേണ്ടത്. നമ്മുടെ കയ്യിൽ ആണവായുധമുണ്ട് 2 രാജ്യങ്ങളുടെയും. അതുകൊണ്ട് ഇരു കൂട്ടരും അവിവേകം കാണിക്കരുത്. കാര്യങ്ങൾ ഈ നിലവാരത്തിൽ മുന്നേറിയാൽ അത് കൈവിട്ടു പോകും. പിന്നെ എനിക്കോ മോദിക്ക് തന്നെയോ അത് നിയന്ത്രിക്കാൻ കഴിയില്ല, ഒന്നും ചെയ്യാനാവില്ല. ഇന്ത്യൻ അതിക്രമണത്തിന്
തിരിച്ചടി നൽകുക മാത്രമാണ് ഞങ്ങൾ ചെയ്തത് പകൽ വെളിച്ചത്തിൽ. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. പകൽ വെളിച്ചത്തിലാണ് പാകിസ്ഥാൻ ആക്രമിച്ചത്. കുറ്റപ്പെടുത്താനാകില്ല. കാരണം ഇമ്രാൻഖാൻ പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. പകൽ വെളിച്ചത്തിൽ ആക്രമിച്ചു, നാം എല്ലാവരും കണ്ടു. ഒപ്പം തന്നെ ജനനിബിഡമായ ജനവാസ മേഖലയെ തൊട്ടിട്ടുമില്ല. ഈ രണ്ട് കാര്യങ്ങൾ അവർ പാലിച്ചത് ഇന്നലെ കണ്ടതാണ്. ആകെ ഒരു സിവിലിയനാണ് മരിച്ചത്. അതാകട്ടെ ഒരു ഇന്ത്യൻ ഹെലികോപ്റ്ററിൽ തകർന്നിട്ടാണ്. അത് വീണപ്പുണ്ടായിരുന്നു അവിടെ. ആ നിലയ്ക്ക് പാകിസ്ഥാൻ നടത്തിയ വിമാനാക്രമണത്തിൽ ഒരാളും ആ നിലയ്ക്ക് കൊല്ലപ്പെട്ടിട്ടില്ല. ആ യാഥാർത്ഥ്യം നാം കാണണം. പകൽ വെളിച്ചത്തിൽ ഒരു സിവിലിയനെയും വധിക്കാതെയാണ് ആക്രമണം നടത്തിയത്. അവരുടെ അന്തസ് ഉയർത്താൻ വേണ്ടി മാത്രം നടത്തിയ ആക്രമണം. അതാണല്ലോ ഇമ്രാൻഖാൻ പറഞ്ഞത്. ഇന്ത്യ നടത്തിയത് രാത്രിയിലാണ് ആക്രമണം നടത്തിയത്. ആ ആക്രമണത്തിന്റെ വിശദാംശങ്ങളൊന്നും ലോകത്തിന് ഇപ്പോൾ അറിയില്ല. ഇന്ത്യ അതേ സംബന്ധിച്ച് പറയുന്നതല്ലാതെ അത് തന്നെയാണോ എന്ന് തിരിച്ചറിയാൻ ഒരു വഴിയും നാം ആർക്കും കൊടുത്തിട്ടില്ല. അത്തരം ഒരു സാഹചര്യത്തിൽ ആണ് ഇപ്പോൾ ഇമ്രാൻഖാൻ പറയുന്നത് ഞങ്ങൾ പറഞ്ഞതേ നടത്തിയിട്ടുള്ളൂ. ശരി, ഇമ്രാൻഖാൻ ഒരു ക്രിക്കറ്റീറാണ്. ഈ തരം സംഭവഗതികൾ നടക്കുമ്പോൾ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിന്റെ മുൾമുനയിൽ ഇന്നലെ രാവിലെ മുതൽ ഉച്ചവരെ രാജ്യം നിന്നപ്പോൾ ആഹ്ലാദിച്ചവരുണ്ടാകാം. എന്നാൽ ഈ ക്രിക്കറ്റീർ ഒരു രാഷ്ട്രീയക്കാരനായപ്പോൾ വളരെ സഹിഷ്ണുതയോടെയും വളരെ സുചിന്തിതമായ അവസ്ഥയോടും കൂടിയാണ് സംസാരിച്ചത്. നാം ഇത് പറയേണ്ടത്, ചർച്ച ചെയ്യേണ്ടി വരുന്നത്, ഇന്ത്യ അതിഗഹനമായ 2 ഭീകരവാദ ആക്രമണങ്ങൾ നേരിട്ടിട്ടുണ്ട്. 2001 നമ്മുടെ പാർലമെന്റ് ഭീകരവാദികൾ ആക്രമിച്ചു. നാം അത് മറന്നു പോകരുത്. അന്ന് പ്രധാനമന്ത്രി ആയിരുന്നത് അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു. BJP ഭരണത്തിലുമായിരുന്നു നരേന്ദ്രമോദിയുടെ നേതാവ്. അന്ന് പാർലമെന്റ് ആക്രമിക്കുന്ന അത്രയും അവഗാഹമായ ഒരു ആക്രമണവും ഭീകരവാദികൾ ഇന്ത്യയിൽ നടത്തിയിട്ടില്ല. പാർലമെന്റ് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന്റെ ഏറ്റവും സമുന്നതമായ സ്ഥാപനമാണ്. ആ സ്ഥാപനം ആക്രമിച്ചു. അപ്പോൾ നാം എന്താണ് ചെയ്തത്? തിരിച്ചടിച്ചോ? അതാണ് നാം ആലോചിക്കേണ്ടത്. ഇത് 2001 2008 മൻമോഹൻ സിംഗ് ഭരിക്കുന്ന സമയത്ത്, ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് 166 പേരെ വകവരുത്തിക്കൊണ്ട് പാകിസ്ഥാൻ അതിശക്തമായ, പാകിസ്ഥാനല്ല ഭീകരവാദികൾ അതിശക്തമായ ഒരു ആക്രമണം ബോംബെയിൽ നടത്തി. 2001 2008 ആക്രമണവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോൾ നടന്നത് നിസ്സാരമായ ഒരു ആക്രമണമാണെന്ന് പറയേണ്ടി വരും. പക്ഷേ 2001 2008 എന്തുകൊണ്ടാണ് തിരിച്ചടിക്കാതിരുന്നത്? ഈ കേന്ദ്രങ്ങളെ, തീവ്രവാദ കേന്ദ്രങ്ങളെ തിരിച്ചടിക്കാതിരുന്നതിന് കാരണമെന്ത്? വാജ്പേയിയും മൻമോഹൻ സിംഗും വിവേകമില്ലാത്തവരായതുകൊണ്ടാണോ? വിവരമില്ലാത്തവരായതുകൊണ്ടാണോ? 56 ഇഞ്ച് നെഞ്ചളവില്ലാത്തത് കൊണ്ടാണോ? അതൊന്നുമല്ല. 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഇടപാടുകൾ തീർക്കുമ്പോൾ സംയമനം, ആത്മസംയമനം പുലർത്തേണ്ട ചില ഗൗരവതരമായ കാര്യങ്ങളുണ്ട്. പാകിസ്ഥാൻ അല്ല നമ്മെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ സൈന്യത്തിന്റെ പിന്തുണയുണ്ട് നമ്മൾ കരുതുന്ന അത് ശരിയുമാണ്. ആ പിന്തുണ വാങ്ങിയിട്ടുള്ള ഭീകരരാണ് ആക്രമിക്കുന്നത്. ഭീകരരെ പേടിച്ച് അല്ലെങ്കിൽ അവരെ തോൽപ്പിക്കാൻ എലിയെ പേടിച്ച് ഇല്ലം ചുടുന്ന മാതിരി പെരുമാറാൻ അന്ന് വാജ്പേയിയും 2008 മൻമോഹൻ സിംഗും തയ്യാറായില്ല. ചർച്ചയാണ് ഇക്കാര്യത്തിൽ വേണ്ടതെന്ന് ആവർത്തിച്ചവർ പറഞ്ഞത്. ആണവായുധങ്ങൾ സൂക്ഷിക്കുന്ന 2 രാജ്യങ്ങളാണ്. ഇരു രാജ്യങ്ങളും ഇത് തിരിച്ചറിവാണ്. അതുമാത്രമല്ല, യുദ്ധം കൊണ്ടും പട്ടിണി കൊണ്ടും ശൈഥില്യം കൊണ്ടും ആത്മബലം നഷ്ടപ്പെട്ടതുകൊണ്ടും ശിഥിലീകരിക്കപ്പെട്ട പാകിസ്ഥാന്റെ കയ്യിലും ആണവായുധം ഇരിക്കുന്നുണ്ട്. ഇന്ത്യയെ പോലൊരു ജനാധിപത്യ രാജ്യമല്ല പാകിസ്ഥാൻ. ആ യാഥാർത്ഥ്യവും കാണേണ്ടതുണ്ട് എന്ന് 2 നേതാക്കൾ ഒരുപോലെ കണ്ടപ്പോൾ, 2 പ്രധാനമന്ത്രിമാർ ഒരുപോലെ കണ്ടപ്പോൾ, ഇപ്പോൾ പ്രധാനമന്ത്രി രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് ഈ അവസരം ഉപയോഗിക്കുന്നുവോ? എൻ്റെ കൈകളിൽ ഇന്ത്യ എന്താ പറയുക, സുരക്ഷിതമാണ് എന്നൊരു നേതാവിനും പറയാൻ കഴിയില്ല. ഒരു രാജ്യത്തെ നേതാവിനും പറയാൻ കഴിയില്ല. ഒരു വാർലോഡിന് മാത്രമേ, ഒരു യുദ്ധപ്രഭുവിന് മാത്രമേ അങ്ങനെ സംസാരിക്കാൻ കഴിയുകയുള്ളൂ. ഞാൻ എന്ന എൻറ്റിറ്റി അല്ല ആരും, ഇന്ത്യക്കാരൻ എന്ന വിനയ സ്വഭാവത്തോടു കൂടിയ എൻറ്റിറ്റിയാണ് ഭരണാധികാരികൾ. അങ്ങനെ നാം അത് മനസ്സിലാക്കണം. ഏതായാലും ഇന്ന് ലോകം, അത് അമേരിക്കയായാലും ബ്രിട്ടനായാലും ഫ്രാൻസ് ആയാലും പറയുന്നു, അസദ് മസൂദിന് യാത്രാവിലക്ക് ഏർപ്പെടുത്തണം. അരുൺ ജെയ്റ്റ്ലി പറഞ്ഞല്ലോ, അവിവേകം പറഞ്ഞു. അബാട്ടാബാദിൽ പോയി ബിൻ ലാദനെ പിടിച്ചത് മാതിരി നമുക്ക് എന്തുകൊണ്ട് മസൂദിനെ പിടിച്ചുകൂടാ? എന്തൊക്കെ വങ്കത്തരമാണ് ഈ നേതാക്കൾ പറയുന്നത്. നോക്കൂ, അബാട്ടാബാദിൽ അമേരിക്ക പോയി പിടിക്കുമ്പോൾ പാകിസ്ഥാന്റെ പിന്തുണ അതിനുണ്ടായിരുന്നു. ഇവിടെ നാം ആക്രമണം നടത്തുമ്പോൾ പാകിസ്ഥാന്റെ പിന്തുണ നേടിയെടുക്കാൻ
നമുക്ക് കഴിയുന്നില്ല എന്നത് നമ്മുടെ നയതന്ത്രത്തിന്റെ പരാജയമാണ്. ആ യാഥാർത്ഥ്യം നാം കാണണം. ഇപ്പോൾ അസദ് മസൂദിനെ യാത്രാവിലക്ക് ഏർപ്പെടുത്തണമെന്ന് ലോകം മുഴുവൻ പറയുന്ന അവസ്ഥയിലേക്ക് വളർന്നത് ഇന്ത്യയുടെ മുൻകൈ കൊണ്ടല്ല, മറിച്ച് അഫ്ഗാനിസ്ഥാനിലെ താലിബാനുമായി പോലും അമേരിക്ക ചർച്ച ചെയ്യുകയാണ്. ഭീകരവാദം നടന്ന രാജ്യങ്ങളിൽ മുഴുവൻ അമേരിക്ക ഇടപെട്ടു, ദീർഘമായ യുദ്ധം നടത്തി, തിരിച്ച് വെറും കൈയോടെ പോരുകയുണ്ടായി. വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതാണ് ഇസ്ലാമിക തീവ്രവാദം ലോകത്തിൽ. അതങ്ങനെ കൈകാര്യം ചെയ്യുന്നതിന് പകരം വീട്ടിക്കളയാം, പകരം വീട്ടിൽ നിന്നാണ് ബഹുമിടുക്ക് എന്നൊക്കെ പറയുമ്പോൾ നാം ആലോചിക്കണം, വാജ്പേയിയോളം മൻമോഹൻ സിംഗോളം വലിയൊരാളല്ല ഇപ്പോൾ ഭരിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി കാണിക്കുന്ന ആ വിവേകം, ആ അനുരഞ്ജനത്തിന്റെ ഭാഷ ഇന്ത്യൻ പ്രധാനമന്ത്രിയും പഠിക്കണം എന്ന് പറയേണ്ടി വരുന്ന ദുഃഖകരമായൊരവസ്ഥയും ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ നടക്കാതെ പോയ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ഈ കാര്യങ്ങളുമായി ബന്ധിപ്പിച്ച് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളുമായി ബന്ധിപ്പിച്ച് പത്രലോകം തരുന്ന വാർത്ത. ഇനി മറ്റൊരിടവേള. ഇന്നലെ സിനിമാ അവാർഡുകൾ പ്രഖ്യാപിക്കപ്പെട്ടു. യുദ്ധത്തിന്റെ പൊതു സാഹചര്യത്തിൽ അവാർഡുകളുടെ പ്രഖ്യാപനത്തിന് വലിയ വാർത്താ പ്രാധാന്യം ലഭിച്ചില്ല. ഇന്ന് മലയാള മനോരമയുടെ 1-ാം പേജ് അവസാന വാർത്തയായി തരുന്നത് അതാണ്. ജയസൂര്യയും സൗബിനും മികച്ച നടന്മാർ, നിമിഷ നടി, ശ്യാമപ്രസാദ് 5-ാം തവണയും നല്ല സംവിധാനമായി തിരഞ്ഞെടുക്കപ്പെട്ടു. കാന്തൻ ദി ലവർ ഓഫ് കളർ മികച്ച ചിത്രം, സക്കരിയ നവാഗത സംവിധായകൻ, വിജയ് യേശുദാസ്, ശ്രേയ ഘോഷൽ മികച്ച ഗായകർ, ജോജു ജോർജ് സ്വഭാവ നടൻ, സാവിത്രി ശ്രീധരനും സരസ ബാലുശ്ശേരിയും സ്വഭാവ നടിമാർ തുടങ്ങിയ വിശദാംശങ്ങൾ ഇന്ന് മാതൃഭൂമി നമുക്ക് 1-ാം പേജിൽ തരുന്നു. കർഷക ആത്മഹത്യ, 7 കർഷകർ ഇടുക്കിയിൽ ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത. അതിനെ മുൻനിർത്തി മുഖ്യമന്ത്രി ആ കാര്യത്തിൽ ഇടപെടുന്നു. മംഗളം എന്ന പത്രം അതിൻ്റെ 1-ാം പേജിൽ അവസാന വാർത്തയായി തരുന്നു. വർദ്ധിക്കുന്ന കർഷക ആത്മഹത്യയുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി ബാങ്ക് അധികൃതരുടെ യോഗം വിളിക്കും. 2019-2020 കാലയളവിലെ കാർഷിക വായ്പകളുടെ പലിശ സർക്കാർ വഹിക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നു. ശബരിമല വികസനത്തിന് സർക്കാർ കമ്പനി ഇന്ന് കേരള കൗമുദിയുടെ 1-ാം പേജ് വാർത്തയാണ്. മാസ്റ്റർ പ്ലാനിന് അനുസൃതമായി ശബരിമല, പമ്പ, നിലയ്ക്കൽ, മറ്റ് ഇടത്താവളങ്ങൾ എന്നിവിടങ്ങളിൽ തീർത്ഥാടകർക്ക് കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തുന്നതിനും അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുന്നതിനും പൂർണ്ണമായി സർക്കാർ ഉടമസ്ഥതയിലുള്ള പ്രത്യേക ഉദ്ദേശ കമ്പനി രൂപീകരിക്കാൻ മന്ത്രിസഭാ യോഗം ഇന്നലെ തീരുമാനിച്ച വാർത്തയാണെന്ന് പത്രം നമുക്ക് തരുന്നത്. ഇനി ഇന്നത്തെ ചിത്രം. യുദ്ധം എപ്പോഴും അതിനൊപ്പം ഒരു അനാഥത്വവും കൂടി കൊണ്ടുവരും. നാടും വീടും വിട്ട് അലയുന്ന പ്രവാസം ഒരു യുദ്ധത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന് നമുക്കറിയാം. ഈ ചിത്രം കാണുക. ഇത് പുഞ്ചിലെ മൻകോട്ടാണ്. നിയന്ത്രണ രേഖയ്ക്ക് സമീപസ്ഥമായ പ്രദേശമാണത്. ആക്രമണങ്ങളെ തുടർന്ന് ചഞ്ചലപുത്രി ജില്ലയിൽ നിന്ന് പലായനം ചെയ്യുന്ന കുഞ്ഞുങ്ങളും സ്ത്രീകളും അടങ്ങുന്ന കുടുംബങ്ങളുടെ ചിത്രം ഇന്ന് ദേശാഭിമാനി അതിൻ്റെ 1-ാം പുറത്ത് തന്നെ നമുക്ക് തന്നിരിക്കുന്നു. ഈ ചിത്രത്തോട് ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. ഹാവ് എ നൈസ് ഡേ. ഗുഡ് ബൈ.